അപ്പൊ ഗൈസ് നമ്മളെ പെരിക്ക് കയറാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടാളും വണ്ടി പോയിട്ട് അടുക്കളയിൽ കൂടെ ഡോറിൻ്റെ അവിടെ നിൽക്കും. വേഗം ചെയ്തി വണ്ടി ഗൈസ് ഒരു കാര്യം കാണിച്ചു തരാം. ഷോക്കേസിൽ വരുമ്പോ ഇതൊക്കെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു കിണ്ടി, പിന്നെ അടുക്കളയിലേക്ക് കടക്കുമ്പോഴത്തേന് വെക്കണേ ചാക്ക് കണ്ടല്ലോ. നേരെ ഇങ്ങോട്ട് വരുമ്പോ ഗൈസ് മാക്സി കാണല്ലേ, ചവിട്ടി പുതിയ മാക്സി, അവിടെ അടുത്ത മാക്സി. പേരുടെ മുകളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായത് ഞങ്ങൾക്ക് നല്ല ഏറ്റവും ഉപകാരം ഉണ്ടായത് ബൽക്ക് രണ്ടാൾക്കും കൂടിയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഡ്രസ്സാള് തോരടാനൊരു സ്ഥലം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പുതിയ പെരീക്ക് വന്നപ്പോൾ നിങ്ങൾ വ്ളോഗൊക്കെ നിർത്തി, ഇനിയിപ്പോൾ നമ്മളിവിടെ സെറ്റിൽഡ് ആവാൻ പോവാന്നൊക്കെ ഒരുപാട് കമൻറ്റ് ഗൈസ് നമുക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ട് എത്ര ദിവസമായി? 9 ദിവസമായി. 9 ദിവസത്തിൽ ഗൈസ് ഒരാഴ്ച നമുക്ക് ഉണ്ടായിരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണികളൊന്നുമല്ല. അതായത് നമ്മളെ തറവാട്ടിൽ നിന്ന് ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ എന്താ പറയുക, 10-30 കൊല്ലമായിട്ട് ആ പെരൻ്റെ ഉള്ളിൽ ഉള്ള സാധനങ്ങളൊക്കെ വടിച്ചെടുത്ത് ഈ പെരിക്ക് എത്തി. ഈ പെരി ഒന്ന് അടിച്ചോരി തോത്തി ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് 4 ആളെ കൊണ്ട് പറ്റൂല. എന്നെ കൊണ്ടും അനുവിനെ കൊണ്ടും ഇമ്മാനെ കൊണ്ടും തീരെയും പറ്റൂല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തു പറഞ്ഞാൽ അമ്മായിനെ വിളിച്ചു, 2 അമ്മായിമാരെ വിളിച്ചു, അമ്മായിയല്ല താത്തമാരെ വിളിച്ചു, അങ്ങനെ മക്കളെ വിളിച്ചു. ഓലിവിടെ ഒരു 2 ദിവസമൊക്കെ വന്ന് ഇങ്ങനെ അടിച്ച് വാരി ക്ലീനാക്കി ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തു. അതിന് പോരാത്തതുകൊണ്ട് പിന്നെ അതായത് ഓല പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് അടുക്കി പൊറുക്കി വെക്കുക. അതായത് ഫുള്ള് സെറ്റാക്കി വെക്കാതെ എല്ലാം, അതായത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന അന്നത്തെ ആ ദിവസം സാധനങ്ങൾ ഫുള്ള് നമ്മൾ എല്ലാം സിറ്റ് ഔട്ടിലാണ് ഇട്ടിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കലാണ് ഓല പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ അനുവിൻ്റെയും പരിപാടി എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങുക. ഇവിടെയാണെങ്കിൽ ആണി അടിക്കാൻ പറ്റൂല, കാരണം കോൺക്രീറ്റ് അല്ലേ. നമ്മളെ ചുമരാണെങ്കിൽ ആണി അടിക്കാനി പ്രശ്നമല്ല. ഇവിടെ ഡ്രില്ലിംഗ് മെഷീനൊക്കെ വാങ്ങി നമ്മൾ ആണി അടിച്ച് സെറ്റാക്കി, ഇൻ്റെ റൂം സെറ്റാക്കി, അനുവിൻ്റെ റൂം സെറ്റാക്കി, ഓരോരുത്തരുടെ റൂം സെറ്റാക്കി അല്ലേ. ഇത്ര ദിവസം കഴിച്ച് നമുക്ക് പട്ടിപ്പണിയാണ്, നമ്മളെ കൊണ്ട് വയ്യാനി, നമ്മളെ കൊണ്ട്. അതായത് പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഉറങ്ങിയോ? പെരും കാറ്റും മഴയൊന്നും കൂടി ഞാൻ അറിഞ്ഞിട്ടില്ല. സുഖമായിട്ട് ഉറങ്ങി. ഉമ്മമ്മേ ഉറങ്ങാത്ത കേടൊന്നുമില്ല. അല്ല, അവിടുന്ന് വരുന്ന 2 ദിവസമൊക്കെ ഭയങ്കര മൂടൗട്ട് തന്നെ. എന്താ വെച്ചാൽ നമ്മളെ കരിയിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ലേ, ആ ഒരു ഇത്. ഇപ്പൊ പിന്നെ സമാധാനമായി, ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടുന്ന് ഇറങ്ങിയപ്പോ വമ്പ ഇടങ്ങേറാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഇടങ്ങേറില്ലേനോ, കരഞ്ഞു വീഞ്ഞ എന്താ ഏതാന്നുള്ളൊരു കണക്കൂടലേനി. അത് മാറി വരുന്നു. അവിടുന്ന് കഴിച്ച് എനിക്ക് ഇറങ്ങിയപ്പോ ഉണ്ടായത് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ നമ്മളെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ഇല്ല. വൈഫൈ ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈഫൈ മാത്രമല്ല മൊബൈലിൽ നെറ്റില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾ നമുക്ക് കോൾ ചെയ്താൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കണം, മുറ്റത്ത് നിൽക്കണം. മുറ്റത്ത് നിന്നാൽ തന്നെ ഗൈസ് ഇതാണ് നമ്മളെ അവസ്ഥ. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? 1 കട്ട 2 കട്ട റേഞ്ചാണ് കിട്ടുക. പെരൻ്റെ ഉള്ളിലേക്കാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ സർവീസാണ് കിട്ടുക. നമുക്ക് വേറൊരു മാർഗ്ഗമല്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒന്നിനും മാർഗ്ഗമല്ല. പിന്നെ നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ കഴിച്ച് എനിക്ക് ഇങ്ങോട്ട് വന്ന ടൈം ഉണ്ടായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ 2-3 ദിവസം കഴിച്ച് വമ്പ നല്ല സുഖമായിട്ടുള്ള ഉറക്കം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ഒരാഴ്ച ഇവിടെ പട്ടിപ്പണിയാണ് അല്ലേ. എന്നാ നമ്മൾ സെറ്റപ്പ് ആക്കി നമ്മളെ പെരൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഈ തൊടു ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ നമ്മളെല്ലാം അല്ലേ. ഇന്നതൊക്കെ തന്നെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മളൊരു ഹോം ടൂറാണ് പ്ലാൻ ചെയ്യണത്. അതായത് വാടക വീടിൻ്റെ ഹോം ടൂർ അല്ലേ. വാടക വീടിൻ്റെ ഒരു ഹോം ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അതായത് ഈ ഒരു പെരൻ്റെ ചുറ്റുഭാഗവും, പിന്നെ ഞങ്ങൾ ഈ പെരൻ്റെ ഉള്ളിൽ ഉമ്മാൻ്റെ റൂമാണെന്നുണ്ടെങ്കിൽ പോലും, ഉമ്മാൻ്റെ റൂമാണെങ്കിലും എൻ്റെ റൂമാണെന്നുണ്ടെങ്കിലും ഓൻ്റെ റൂമാണെന്നുണ്ടെങ്കിൽ എല്ലാം അടുക്കി പൊറുക്കി വെച്ചത്. ഉമ്മാൻ്റെ റൂം വെച്ചാൽ എന്താ അവസ്ഥ അറിയാം. കുറച്ച് നേരം മുമ്പ് കയറി ചെന്നപ്പോൾ ഡ്രസ്സുകൾ ഉണങ്ങിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിന് മടക്കി വെച്ചോ? ഇല്ലേ, അതിന് സമയം കിട്ടിയോ? അതിന്റെ മുകളിലൊക്കെ പാടെ വാരി കാണിച്ചു കൊടുക്കും. എന്തായാലും കഴിച്ച് നമുക്ക് ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. നമ്മളെ പെരൻ്റെ മുമ്പ് ഇല്ലാതാക്കണേ ഈ ഒരു മുറ്റാണ്ടോ. ഇതൊക്കെ നമ്മൾ പെരിക്ക് വരുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വന്നാണ്ട് ഒക്കെ ക്ലിയർ ആക്കുകയാണ്. നമ്മൾ നല്ല ഇമ്മയും പിന്നെ നമ്മളെ അപ്പുറത്തെ പെരിത്തെ താത്തയും കൂടി വന്നിട്ടൊക്കെ ക്ലിയർ ആക്കിയാണല്ലേ മമ്മ? അതെ. കണ്ടോ, ഇതാണ് പെരൻ്റെ മുറ്റം വരുന്നത്. കണ്ടോ, ഇവിടെ തന്നെ നമുക്ക് ഏതൊക്കെ മരങ്ങളുണ്ട്. പിന്നെ വരുന്നത് ഇങ്ങോട്ട് കുറച്ച് വരുമ്പോൾ ഇവിടെ ആക്കണേ നമുക്കൊരു പൈപ്പ് വരുന്നുണ്ട്. മുറ്റത്ത് തന്നെ ആരെങ്കിലും നമുക്ക് വരുമ്പോൾ കയ്യും കാലൊക്കെ കഴിക്കാണ്ട് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൈപ്പ് കൊടുക്കുന്നില്ലേ മമ്മ?
കമോൺ എന്ത് ഇങ്ങോട്ട് വരി എന്താ അവിടെ അവിടെ അന്തമിട്ട് കുത്തിരിക്കണേ ഒരാഴ്ചക്ക് ശേഷം കഴിച്ച് നമ്മൾ വീട് എടുക്കുമ്പോൾ എന്തൊക്കെ അടങ്ങാറ് കേട്ടോ എല്ലാവർക്കും തപ്പിത്തറച്ചില്ല മോണ്ടനെ 3-4 ടേക്ക് എടുത്തേണ് ആദ്യം ഒന്ന് എടുക്കുക എന്നിട്ട് ഏയ് ഇത് എങ്ങനെ പറയാ എങ്ങനെ തുടങ്ങുക വെയ്ക്കണില്ല കൈസ് ഒരാഴ്ചക്ക് ശേഷം അല്ലേ മമ്മ അതിന് മറക്കാൻ പാടില്ല മുളകും തെച്ച് കടന്നട്ടെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഗൈസ് ഇവിടെ ആക്കണേ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇത് മമ്മ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എന്താണെന്ന് പറഞ്ഞ ഇവിടെ ഇത് ഇതിലേന് വഴി വഴി പിന്നെയാണ് ഒരു വണ്ടിയൊക്കെ കയറ്റാൻ വേണ്ടി വഴിയൊക്കെ നേരെയാക്കി അപ്പുറത്തേക്ക് ആക്കിയല്ലേ ഗൈസ് ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കേട്ടോ ഇത് ഞാൻ ഇന്നാണ് സത്യം പറഞ്ഞാൽ കാണുന്നത് ഇന്ന് പോയി വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ തന്നെ കാണുന്നത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഈ ഭാഗത്തേക്കൊന്നും വന്ന് നോക്കിയിട്ടില്ല ഇനി ഞാൻ ആയിക്കോടെ ഇങ്ങനെ പോകുക എന്നല്ലാതെ ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇങ്ങനത്തെ ഇത് നമ്മൾ വരുന്നത് നമ്മളെ പേരൻ്റെ ആ ഭാഗമാണ് അതായത് നമ്മളാ പോർച്ചിൻ്റെ അവിടെ ഉള്ള ഭാഗമാണ് ഇതാണ് ഗൈസ് നമ്മളെ കാർ പോർച്ച് എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളെ ഇവിടുന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണാണ് ഇതാണ് ഗൈസ് ഞങ്ങളെ കാർ പോർച്ച് എന്ന് പറയുന്നത് അല്ലേ അമ്മ നമുക്ക് കാറില്ല പക്ഷെ നമുക്ക് കാർ പോർച്ച് ഉണ്ട് കാർ നമ്മള് പണിയിലാണ് ആദ്യം വരും അതിനെ ഇൻഷാല്ലാ സെറ്റാക്കാം അപ്പൊ നമ്മള് തൽക്കാലം ബൈക്കൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം അമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചു വരാൻ നേരത്ത് ബൈക്ക് കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ടിക്കണേ ഇതാണ് കേട്ടോ ഗൈസ് നമ്മളെ പേരൻ്റെ സൈഡ് ഭാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ ഇവിടെ നല്ല രീതിക്കെല്ലാം ചെത്തി കോരിയാണൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കുറ്റിപ്പുല്ലുകളാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണ ബാക്കിൽ തന്നെ ഒരു വലിയൊരു ചക്കമരമുണ്ട് ഇത് എത്ര ചക്ക ഇട്ടാണോ പത്തനംതിട്ടാണ് ആരട്ടത് ആരോച്ചാല് നമ്മളിട്ടു അതിന് ആരട്ടത് ഇട്ടു മോണ്ട കേറിട്ടു ഗൈസ് മോണ്ട അതിന്റെ മുകളിൽ കേറിയാണ്ട് തോട്ടിയോണ്ട് വലിച്ചു പറിച്ചൊക്കെ ഇട്ടുകയാണ് ഇത് ഇന്ന് നിങ്ങൾ പോയിച്ചടിച്ചാ അല്ല രാവിലെ ചാടിയത് ആണോ ഗൈസ് ചക്കക്ക് നമുക്കൊരു പഞ്ചമല്ല കാരണം വൈകുന്നേരം ചക്ക കൂട്ടാന് രാത്രി ചക്കക്കുരു എന്താക്കി കറി പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ചക്ക പൊരിച്ചത് എന്തൊക്കെ ഇതുണ്ട് കൊതുക് അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ഇതിനൊന്നും യാതൊരു പഞ്ചമല്ല പിന്നുള്ളത് നമുക്ക് ഇതാക്കണം നേരെ പെരൻ്റെ ഉൾഭാഗത്തേക്ക് ഇനി വരാം ഇനിയാണ് ഗൈസ് നമ്മളെ പെരൻ്റെ യഥാർത്ഥ രൂപം കാട്ടിത്തരുന്നത് വരി അപ്പോൾ ഗൈസ് നമ്മളെ പെരിക്ക് കയറാൻ പോവുകയാണ് നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടാളും വണ്ടി പോയിട്ട് അടുക്കളയിൽ കൂടെ ഇവിടെ ഡോറിനോട് നിൽക്കി വേഗം ചെയ്യി വണ്ടി ഗൈസ് ഒരു കാര്യം കാണിച്ചു തരാം കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഇത് നമ്മൾ പുതിയ വാങ്ങി ചവിട്ടി കേട്ടോ ഇതുണ്ടല്ലേ ഇതേപോലത്തെ 2 വാങ്ങിക്കണ് ഒന്ന് ബാത്റൂമിലും ഒന്ന് ഇവിടെ പുറത്തിടാനാണ് നമ്മൾ വാങ്ങിയത് ഇതൊന്നല്ല നമ്മളെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറണം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇതാണ് നമ്മളെ പെരൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ പെരൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കാണാം ഗൈസ് നമ്മളിവിടെ അടിപൊളി കർട്ടൻ വെച്ചിരിക്കണേ എടാ കർട്ടൻ കാണിച്ചു കൊടുത്താ നമ്മളെ പഴയ പെരനിക്കാളില്ല ഈ റൂമൊക്കെ അല്ലേ അമ്മ ഈ കർട്ടൻ വന്നപ്പോൾ ഒരു അടിപൊളിയായത് നമ്മളെ പേര മോശമല്ലേ അപ്പൊ ഈ കർട്ടൻ ചേരൂല ഇപ്പൊ ചേരും പിന്നെ ഗൈസ് നമ്മളെ ഷോക്കേസ് വരുമ്പോ ഇതൊക്കെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു കിണ്ടി പിന്നെ ഇതെന്താ ഫ്ലാസ്ക് ഇതും ഫ്ലാസ്ക് പിന്നെ ഇത് മുന്നേന്റെ വരീത്താണ് റേഡിയോ പിന്നെ അല്ലാതെ ചില ഐറ്റംസ് ഗൈസ് നമ്മളിവിടെ കുത്തി നിറച്ചിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിക്കണേ പിന്നെ അടുത്ത കാര്യം എന്ന് പറയാനാണെങ്കിൽ ഗൈസ് ഇതാ നമ്മളെ ടേബിളിന് നിങ്ങൾ കുറേ നാളായി പറയണേ നിങ്ങൾ ഒരു വിരി ഇതിന് വാങ്ങിയിട്ട് ഈ വിരി ഇത് വാങ്ങിയിട്ട് പുതിയ പെരി കയറിയപ്പോൾ നമ്മൾ ഗൈസ് നല്ലൊരു വിരി വാങ്ങിക്കണേ അതിനെന്താ നമുക്ക് പറയാനുള്ളത് വിരി വാങ്ങിയ നല്ലൊരു കാര്യമായി എൻ്റെ ഒരു മനുഷ്യൻ വന്നാൽ ഇരിക്കാൻ വേണ്ടേ സ്റ്റൂളില്ലല്ലോ ഇല്ല അതല്ല സ്റ്റൂളില്ല സ്റ്റൂളൊക്കെ നിങ്ങൾ പൊട്ടിച്ചില്ലേ വണ്ടീനെ മുകളിൽ വെച്ച് കെട്ടാഞ്ഞിട്ട് പിന്നെ ഗൈസ് ഒരുപാട് കൊല്ലമായിട്ടെ നമുക്ക് ഈ ഒരു സാധനത്തൊക്കെ വാങ്ങിയിട്ട് പടിയൊക്കെ ഞാനൊക്കെ പെരിയിലുള്ള ടൈമിലെല്ലാം പടി പിന്നെ ഈ ഒരു വിരിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ കീറി പൊളിഞ്ഞു പോയി ഇപ്പൊ ഗൈസ് നല്ലൊരു പെരിയും കൂടി ആയപ്പോ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ചൊർക്ക് വേണ്ടേ അപ്പൊ നമ്മള് നല്ലൊരു വിരി വാങ്ങി പിന്നത്തെ ഒരു സാധനം ഞങ്ങൾക്ക് കാട്ടിത്തരാം നോക്കൂ നമ്മള് ഗൈസ് നമ്മളെ ഫ്രെയിമുകൾ മൊത്തം ഇവിടെ കുത്തി കയറ്റിക്കണം കേട്ടോ നല്ല ഡിസൈൻ അതായത് എത്ര നേരത്തെ വർക്കൗട്ടും ഉണ്ടോ ഒരു ദിവസം ഫുള്ള് നേരം കൊടുക്കോളാം നമ്മളെ ഔട്ട പേരിൽ ഇത് വെച്ച് നോക്കുമ്പോ ഒരു അന്തോല്ലേ ഇനി നല്ല രസമുണ്ട് കാണാൻ നല്ല രസമല്ലേ ഇതിങ്ങനെ ഒരു വെള്ള അത് ചുറ്റിനുണ്ടാകുമ്പോ നല്ല ചുമരുമായിട്ട് നല്ല രസം കേട്ടോ നല്ല രീതിക്ക് ഞാനും മോണ്ടിനെ ഇടയ്ക്കിടയ്ക്കണം കാരണം ഇത് അളവ് എടുത്തതൊന്നും ഇങ്ങനെ ആയിരുന്നു കിട്ടണ്ടേ കുറെ അളവ് എടുക്കും തെറ്റും വായിച്ചും പിന്നെ എടുക്കും തെറ്റും അങ്ങനെയൊക്കെ ആക്കി അവസാനം സെറ്റ് ചെയ്ത് വെച്ചാണ് എല്ലാവരും ഇത് കമന്റ് ചെയ്യട്ടെ ഞങ്ങളെ ഇതെങ്ങനെ ഉണ്ടെന്ന് പിന്നെ ഉള്ളത് അതിന് കുറച്ച് ലൈറ്റ് ഇതാവുണ്ടോ പിന്നെ ഗൈസ് അതിന് തന്നെ ഇന്റർ റൂം എന്ന് തുടങ്ങിയാലേ നമുക്ക് അതിന് തന്നെ ഗൈസ് നമുക്ക് ഇന്റർ റൂം എന്ന് തുടങ്ങാം വരൂ കമോൺ ഗൈസ് കമോൺ ഇതാണ് ഗൈസ് ഇന്റർ റൂം വരുന്നത് കണ്ടോ
നല്ല സംഭവം എന്താ അറിയോ, ഇമ്മാന്റെ കട്ടില് എനിക്ക് തന്നു. ഇമ്മാന്റെ റൂം ചെറുതായോണ്ടും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുള്ളൂല. അപ്പം ഉമ്മാന്റെ കട്ടിലും ബെഡും ഞാനെടുത്തു. പിന്നെ അതാക്കണ് വിരിയും കാര്യങ്ങളൊക്കെ അതും ഞാൻ മുക്കി. എടാ അതൊക്കെയാ സുഖസുന്ദരായിട്ട് ഒരാൾ വന്നു ഇറങ്ങണേ. ഇതെപ്പോഴാ വന്നേ? ഇറങ്ങി പോണ അവിടുന്ന്. എവിടെ ഒരു കൂസലുമില്ല. പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ ഷെൽഫ് വരുന്നത്. കണ്ടോ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ഇവിടെ ഞാൻ ചെറുതായിട്ട് ചെറിയൊരു സാധനം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്? ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട്, ചെറിയൊരു ചുറുക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് ഗൈസ് എൻ്റെ റൂം. ഡ്രസ്സുകളൊക്കെ നമുക്ക് അലമാരില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷെൽഫിൽ കണ്ടോ ഇങ്ങനെ കയറ്റി ചിന്തിയും മൗണ്ടൻ്റെ ഉണ്ട് കേട്ടോ. താഴെ ഫാൻറ്റും മുകളിൽ ഷർട്ടും ഇതൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ. പിന്നെ റാക്ക് ഉണ്ട്, ഇതിന് മുകളിലൊന്നും ഇടാൻ സാധനമല്ല. പിന്നെ നമുക്ക് അടുത്ത 6 റൂമും മൗണ്ടൻ്റെ റൂമിൽ പോകാം. ഇത് പറഞ്ഞോ ഗൈസ്, ഇനി നമ്മൾ ഇന്റെ റൂമിലേക്കാണ് പോണത്. ഇള്ളിയിൽ നല്ലൊരു റൂം ഗൈസ് ഓനെ എടുത്തിക്കണ്, നല്ല കട്ടിലും എടുത്തിക്കണ്, ഉമ്മാനെ ചാമ്പിയിട്ട് നല്ല കട്ടിലും എടുത്തിക്കണ്. ഇനി ഗൈസ് നമ്മൾ ഇന്റെ റൂമിലേക്കാണ് കയറാൻ പോണത്. ഇതാണ് ഇന്റെ റൂം. ഇതല്ല കേട്ടോ, ഇതായത് ഗൈസ്. അതേപോലെ തന്നെ ഇന്റെ റൂമിൽ നമ്മൾ ഒരു ചെറിയൊരു കർട്ടൻ വെച്ചിക്കണേ. അതിന്റെ റൂം കിട്ടിയിട്ടില്ല കേട്ടോ. ആ അത് വേണ്ട. പിന്നെ ഗൈസ് ഇത് ഉമ്മമാന്റെ കട്ടിലാണ്, അത് എനിക്ക് തന്നിട്ട് ചാമ്പി. ഇനിയിപ്പോ എനിക്ക് കട്ടിലില്ല. പിന്നെ പറയാനാണെങ്കിൽ ഇതാ ഇന്റെ ചെറിയ ഷോക്കേസ് ആണ് ഗൈസ്. അനുവിന്റെ നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ടായി കേട്ടോ. ഇന്റെ ചെറുതാണ്, ഇന്റെ ഉള്ള പോലെ തന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി വെച്ചിക്കണേ. കുറെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്റെ ഗൈസ് വലിയ പറയാൻ മാത്രമൊന്നും ഇല്ല. ഇല്ല ഡ്രസ്സുകളാണ്. എനിക്ക് ഇവിടെ ഹാങ്കറിങ്ങിന്റെ സാധനം ഉണ്ട്, എനിക്കതില്ല. ഈ ഹാങ്കറിങ്ങിന്റെ സാധനം. പിന്നെ ഇപ്പൊ കീ കൊടുക്കാൻ വേണ്ടിട്ട് കണ്ടോ, കീ അല്ല വാച്ച് തൂക്കിടാൻ വേണ്ടിട്ട് ഇങ്ങനെ സാധനം ഉണ്ട്. അതൊക്കെ സംഭവം അടിപൊളിയായി. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്റെ റൂമിൽ ഞാൻ കാട്ടിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ പെരീൻ്റെക്കാളിലും നമ്മൾ പുതിയ പെരീക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് നമുക്ക് കുറച്ചെങ്കിലും വീറും വൃത്തിയൊക്കെ ഉണ്ട് എന്ന്. കുറച്ച് നാളാണെങ്കിലും ഗൈസ് നമ്മൾ ലക്ഷറി ലൈഫ് ജീവിക്കാമെങ്കിൽ നമുക്ക് 6 മാസത്തെങ്കിൽ 6 മാസം നമ്മൾ വമ്പം സുന്ദരമായി ഒരു വീറും വൃത്തിയിലും നല്ല അടിപൊളിയിൽ നമ്മൾ ജീവിക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ പോവും. മഴക്കാലം പഠിച്ചിട്ടല്ലേ. അതാണ്. ഇനി കഴിച്ച് നമ്മൾ മെയിൻ ആയിട്ട് വരാൻ പോണത് ഇമ്മമാന്റെ റൂമിലേക്കാണ്. ഇമ്മമാന്റെ റൂമിലേക്ക് വരുമ്പോ തന്നെ കഴിച്ച് നമുക്ക് മനസ്സിലാവാം ഇതൊക്കെയാണ് ഇവിടെ ഒരു ചവിട്ടി ഉണ്ട്. അത് പോരാത്തോണ്ട് ഇതാ വേറൊരു കീറക്കണ്ട ചവിട്ടി ഇതാ ഇവിടെ. ഈ ചവിട്ടി ഇവിടെ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ച് ഞാൻ പൈസ കൊടുത്തിട്ട് ആ ചവിട്ടി വാങ്ങി. അത് ഞാനിന്റെ കട്ടിൽമൊക്കെ നിങ്ങളത് കണക്കിൽ കൂട്ടണ്ട. അത് കണക്ക് കൂട്ടണ്ട. അത് ഒന്നാണെങ്കിൽ കഴിച്ച് പോട്ടേന്ന് വെക്കാം. അത് ഒന്നാണെങ്കിൽ കഴിച്ച് നമുക്ക് പോട്ടേന്ന് വെക്കാം. ഇതൊക്കെയാണ്. ഇത് നമ്മൾ വാങ്ങിയാണല്ലോ. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇവിടുത്തെ ബാത്റൂമാണ്. അത് നിങ്ങൾ നോക്കി, നിങ്ങൾ എന്താ വിശാലമായ ബാത്റൂം ഉണ്ട് ഗൈസ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ മിറർ ഉണ്ട്, അത് കാണിച്ചു കൊടുത്തു. കണ്ടോ നല്ലൊരു മിറർ ഉണ്ട്. എന്താ ലുക്കില്ലേ, നല്ല രസല്ലേ കാണാന്. ഞാനൊക്കെ ലുക്കായില്ലേ. നീ പുറത്ത് കിടക്കി. അപ്പോ അതാണ് ഉമ്മമാന്റെ റൂമത്തെ ഉമ്മമാന്റെ ഫാന് കഴിച്ച് നമ്മൾ MC ഇട്ട് ഒട്ടിച്ചിക്കാണ് കേട്ടോ. അതുണ്ടെങ്കിൽ ചെറുകുമ്പ MC ഇട്ട് ഒട്ടിച്ചിക്കാണ്. കറങ്ങിനോട് വലിയ പ്രശ്നമൊന്നും കേട്ടോ. കണ്ടോളി കറങ്ങണ കാറ്റുണ്ട്. സുഖാണ്, സുഖസുന്ദരായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പ്രത്യേക റൂം അതിന്റെ ഒരു കാര്യം ഇരുന്നാ മതി. അതിനല്ലേടാ എന്തേലൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാട്ടൊക്കെ ഇമ്മമാന്റെ ഷെൽഫ് വരുന്നത്. ഇമ്മമാന്റെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വെച്ചിക്കണേ. പിന്നെ അങ്ങനെ നിസ്കാരപ്പായി ഇവിടെ വെച്ചിക്കണേ. അതൊക്കെ തന്നെ. ഇതാണ് ഇമ്മമാന്റെ കട്ടില് വരുന്നത്. കണ്ടോ കട്ടിലും ഇതൊക്കെ വരുന്നത്. ഇനി നേരെ ആ റൂമാ. ഇനി ഇമ്മാന്റെ റൂമല്ലേ, അല്ല ഹാള് വരാണ്ടല്ലേ. ഹാള് ഇപ്പൊ നമ്മള് കുറച്ചൊക്കെ അടുത്ത് വന്നിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ നമ്മള് ഇതാക്കുന്നു കുറച്ച് സാധനങ്ങൾ, അതായത് പണി സാധനങ്ങളാട്ടോ. അത് നമ്മളൊന്നും സെറ്റ് ചെയ്തില്ല, അതും കൂടി ഉണ്ട് ചെയ്യാന്. പിന്നെ ഇതാക്കണേ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. കണ്ടോ വാഷ് ബേസ് ഉണ്ട്. അതായത് ഇവിടെ തന്നെ ചോറ് നേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൈ കഴിക്കാൻ നമ്മൾ ആദ്യത്തെ പേരിലാവുന്നില്ല കഴിഞ്ഞാൽ നേരെ നമ്മൾ മണ്ടും മുറ്റത്തേക്ക് അവിടെ ചെന്നിട്ട് ടാങ്കിൽ നിന്ന് ഇങ്ങനെ കോരുക, എന്നിട്ട് കൈ കഴിച്ചാൽ ഇതാക്കിയല്ലേ മമ്മക്ക് ഓർമ്മയില്ലാക്കെ. അതിനിപ്പോ അവ പേര് അങ്ങനത്താണ്. അപ്പൊ അതിന് കണക്കാക്കില്ല. ഇവിടെ പേര അല്ലാണ്, അപ്പൊ അതിന് കണക്കാക്കില്ല. എല്ലാം ഉണ്ട് അതന്നെ അല്ലേ. പിന്നെ ഫ്രിഡ്ജ് മോണ്ടം കാട്ടി തന്നല്ലോ. ഇതാണ് ഗൈസ് ഈ ഒരു സംഭവം കണ്ടോ. ഇതെന്താന്ന് എല്ലാവർക്കും ആർക്കും അറിയണ്ടാവില്ല. സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞോളാ. വൈഫൈൻ്റെ സാധനമാണ്. നമ്മൾ ഇവിടെ വൈഫൈ ഒക്കെ കുറേ നോക്കിയില്ല മോണ്ട, പക്ഷെ കുറച്ച് ടാസ്ക്കാണ്. സിഗ്നൽ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് അത് സെറ്റ് ആവണം. അതും റേഞ്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അതും കൂടി അത് സെറ്റ് ആവണം. ഇനി നമ്മൾ നേരെ ക്ലോക്ക് കാട്ടി കൊടുത്തില്ല. ഇതാണ് ഗൈസ് നമ്മളെ ക്ലോക്ക് കേട്ടോ. സംഭവം നല്ല സെറ്റ് ക്ലോക്കാണ്. ഇനി വരി, ഇനി നമുക്ക് നേരെ അടുക്കള ഇമ്മ പരിചയപ്പെടുത്തി കൊടുക്കണേ. എന്നാ വരി തുടങ്ങിക്കോളി. ഇതൊക്കെ സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് കടക്കുമ്പോഴത്തേന് വെക്കണേ
ചാക്ക് കേറച്ചാക്ക്. ആ അത് അവിടെ വെള്ളം ഇങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നല്ല മൗക്കി കൊഞ്ഞാണ് മുഖണ്ടല്ലോ. ബുക്കുണ്ടല്ലോ. ഇനി നേരെ ഇങ്ങോട്ട് വരുമ്പോ ഗൈസ് മാക്സി കാണല്ലേ ചവിട്ടി പുതിയ മാക്സി. അവിടെ അടുത്ത മാക്സി. ആ അതാണ് ഇതാക്കണം. ഇവിടെ ഉണ്ട് ആ എല്ലായിടത്തും ഉണ്ട്. കേറുന്ന എല്ലാ ഭാഗത്തും മാക്സി അല്ലാന്നുണ്ടെങ്കിൽ ചാക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതെന്തിനാണ്? അത് നമുക്ക് കാലൊക്കെ ചവിട്ടി തോത്ത് അതിന് മാത്രം ചളിന്റെ ഇവിടെ. ചെളിയല്ലടാ, തുള്ളി വെള്ളമായി നമുക്ക് പരിചയമല്ലേ. നമ്മള് മറ്റേ ചവിട്ടി വാങ്ങിക്കണേ. അത് അവിടെ അല്ലേ ഉള്ളു. ഇതിപ്പോ അടുക്കളത്തെ കാര്യത്തിൽ ഞങ്ങൾ ചവിട്ടിയിട്ട് മടക്കി വെച്ചത് ചവിട്ടിയുണ്ട്. മറക്കല്ല ചവിട്ടി. ആയിക്കോട്ടെ, ഇതൊക്കെ ഞാൻ മാറ്റും, തിരുമ്പുമ്പോ ഞാൻ അടുത്ത് ഇടും. അങ്ങനെ പിന്നെ guys, ഇതാണ് നമ്മളെ അടുക്കള. ഇതിന് വേറെന്തൊരു പേര് പറയല്ലോ. എന്താണ്? അടുക്കള അറിയാം, വർക്ക് ഏരിയ അറിയാം. ആ അങ്ങനെ എന്തോ ആണ്. അതാണ് കേട്ടോ ഗൈസ്. ഇത് പിന്നെ നമ്മളെ ഒരപ്പാപ്പാന്റെ, അതായത് പൂക്കോടൻ പാടത്തെ ഇവരല്ലേ സനു വന്നിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്താണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഓളും ഉമ്മയൊക്കെ കൂടിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത്. അപ്പുറത്തെ മറ്റേ താത്തി ഉണ്ടായിന്. ഓലൊക്കെ അപ്പുറത്ത് നിന്നാണ് ഇതാക്കണേ. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മളെ വർക്ക് ഏരിയ. മിക്സി നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചാണ്. മിക്സി, ഇലക്ട്രിക് സ്റ്റൗ, ഗ്യാസ് അടുപ്പ്, അല്ല സോറി ഇൻഡക്ഷൻ കുക്കർ. മുകളിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട്. അതൊക്കെ റാക്കിന്റെ മുകളിലൊക്കെ നോക്കിയാ ഇഷ്ടംപോലെ ഇതാക്കണ ചെമ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി നമ്മൾ നേരെ വരുന്നത് നമ്മളെ അടുക്കള. അടുക്കളയിൽ വരുമ്പോ അതാക്കണേ. കടന്നു വരി മമ്മ വരി. ഇങ്ങോട്ട് വരുമ്പോ അടുക്കളയിലോ സാധനമില്ല. അടുക്കളയിലോ സാധനമല്ല. അടുക്കളയിൽ സാധനം ഇല്ലാന്ന് പറഞ്ഞാണ്. ഒന്നുമില്ല അല്ലേ? അരി, മല്ലി, ഗോതമ്പ്. അതല്ല പറഞ്ഞതേ, കുപ്പികളെ 2 ദിവസം ഞങ്ങൾ അവിടുന്ന് പൊറുക്കിയൊക്കെ അടുക്കി ഇവിടെ കൊണ്ടുനോക്കുമ്പോ ഞങ്ങൾ ഇത് എന്താ കാട് വെച്ചല്ല. അതില് അമ്മാനോട് പറഞ്ഞു മാളേജ് കുട്ടികളെ വിളിച്ചു. കുട്ടികൾ വന്നിട്ട് വരും. അപ്പൊ ഓള് പറഞ്ഞു ചെറിയ കുട്ടികൾ, അത് സാരല്ല, കുട്ടികളൊക്കെ നമുക്ക് നോക്കാം, നിങ്ങൾ ഓലെ വിളിച്ചാണ്. അതിൽ ഓലെ വിളിച്ചു. ഒന്ന് എന്റെ കുട്ടികളെല്ലാം ഒരുക്കി നമ്മളെ അതായത് ഉമ്മമാന്റെ മക്കളും മരുമക്കളും എല്ലാരും കൂടി വന്നിട്ട് കഴിച്ചു. എല്ലാരും കൂടി കൂടിയാണ് നമുക്ക് നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് കഴിച്ചാൽ പറ്റില്ലേ? കഴിച്ചോണ്ട് തന്നെ പണികളൊക്കെ കഴിഞ്ഞു. രാത്രി 8 മണി കഴിഞ്ഞിട്ട് പോയപ്പോ മോട്ടർ ഇടുമ്പോ ഇതിക്ക് വെള്ളം അടിച്ചുമ്പോ ഇതിക്ക് എടുക്കാം. കുടിച്ചാൻ വെള്ളം അതാണല്ലേ? കുടിച്ചാൻ വെള്ളം ഇവിടെ ഉണ്ടോ ഗൈസ്? കണ്ടോ? പിന്നെ ഗ്യാസ് അടുപ്പ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിക്കണേ. പിന്നെ ഞാൻ പറഞ്ഞു പുതിയ പൈപ്പ് കുറെ ആൾക്കാർ പറഞ്ഞു കമന്റ് ബോക്സിൽ മറ്റേ പൈപ്പ് മാറ്റണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പുതിയൊരു പൈപ്പ് വാങ്ങി എന്നിട്ട് ഇതാക്കണം. ഇവിടെ ലോക്കിന്റെ ഒരു സിസ്റ്റം കൂടി ഉണ്ട്. അത് ലോക്ക് ചെയ്താണ്ട് വെച്ചിക്കണ്. അപ്പൊ ഗ്യാസിന്റെ കാര്യത്തിൽ ടെൻഷൻ അല്ല. പിന്നെ വരുമ്പോ അടുപ്പ് വരി. ഇന്നെന്താ കൂട്ടാൻ? എന്താ ഇതൊക്കെ ചിക്കൻ്റെ ഉണ്ട്. ഇതൊക്കെ ചക്കക്കുരു മുരിങ്ങി. ചക്ക അത് ഉണ്ടാവുമല്ലോ, അതെന്തായാലും ഉണ്ടാവും. കാരണം ചക്ക നമുക്ക് ഇവിടെ തോട്ടത്ത് ഫ്രീ ആയിട്ട് കിട്ടണോണ്ട് ചക്ക എന്തായാലും ഉണ്ടാവും. ചക്ക കൊണ്ടുള്ള പരിപാടി നമുക്ക് ഇത്രയും ദിവസം കിട്ടിയില്ലേ, എപ്പോഴേ ചക്ക കിട്ടണല്ലേ ഉള്ളൂ. അതന്നെ. ഇപ്പൊ ഇവിടെ ചെന്നപ്പോ ചക്ക ഉണ്ട്. അപ്പൊ ചക്ക കഞ്ഞിയും ചക്ക കൂട്ടാനൊക്കെ ആയിട്ടാണ്. ചക്ക തോരൻ അല്ലേ? പോരാത്താണത് ചക്കപ്പൊരി കേട്ടോ. വൈകുന്നേരം ഞങ്ങൾക്ക് നല്ല ചക്കപ്പൊരി. അതാണ് ചക്ക കൂട്ടാനും. ചക്ക കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ടാവും അല്ലേ? ഇനി നമുക്ക് പോകാനുള്ളത് ഇമ്മാന്റെ റൂമിക്കാണ്. ഇമ്മാന്റെ റൂം ഇപ്പോഴും കാട്ടി തന്നിട്ടില്ല. വരി ഉമ്മ വരി. ഉമ്മാന്റെ റൂം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മള് ഇമ്മാനെ ക്ഷണിക്കുന്നു. വരി. അതിന് തന്നെ ഉമ്മ കയറിക്കോട്ടെ. കമോൺ. ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കി. ഉണക്കാൻ കിട്ടുന്ന സ്ഥലം. റൂമല്ല ഗൈസ്, ഇത് ചുരിദാറൊക്കെ അതിലിട്ടാല് ചെറിയതല്ലേ അലമാര ഒക്കെ മടങ്ങി ചുരുണ്ടിക്കും. അപ്പൊ പിന്നെ മറ്റേ വെക്കാനും സ്ഥലം റൂമിനെ പറ്റി പറയാനുള്ളത് അത് എന്താ പറയണത്, ഇതിൽ കൊള്ളൂല. അപ്പൊ ബാക്കി പറയാ പിന്നെ എവിടെയത് വെക്കണത്? ചെറിയ റൂമല്ലേ ഇമ്മമാന്റെ അലമാര. ഇമ്മ മിന്നിച്ചു. അതിനെ കുറിച്ച് എന്താ പറയല്ലേ? അതിനെന്താ ഇഞ്ച വെച്ച് ഇടുണ്ടല്ലോ, ആക്കണ്ടല്ലോ, കവക്കില്ലല്ലോ. അതിനൊന്നും ഞങ്ങക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമല്ല. പിന്നെ അതിന്റെ വേണമെങ്കിൽ വെക്കാം. മുകളിൽ കടന്നുറങ്ങണൊക്കെ കരിയാണ് ഗൈസ്. നമ്മളെ കരിയാണ് അവിടെ നല്ല ഉറക്കത്തിലാണ്. മൂടിന്റെ മുകളിലേ ഇതാണ് ഗൈസ്. അപ്പൊ ഇമ്മാന്റെ റൂം വരുന്നത് ചെറിയ റാക്ക് ഉണ്ട് കേട്ടോ. കണ്ടോ, ചെറിയ റാക്ക് ഉണ്ട്. ഉമ്മാക്ക് ബെഡില്ല കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാന്റെ ബെഡ് ഇച്ചൊന്നുകൊണ്ട് ഉമ്മാക്ക് ബെഡില്ല. അപ്പൊ ഇപ്പൊ ബെഡിലാണ് കിടക്കണേ അല്ലേ? ഇനി കുറച്ചുകാലം ഞാൻ ബെഡുമ്മ കിടക്കട്ടെ. കുറച്ചുകാലം ബെഡില്ല കിടക്കുക. ഇത്രയും കാലം ബെഡുണ്ടായി കിടന്നില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടാം. അപ്പൊ ഗൈസ് അതാണ് ഇപ്പൊ നമ്മളെ പേരിന്റെ ഉൾഭാഗം വരുന്നത്. ഇനി നമുക്ക് നേരെ വരുന്നത് ഇവിടെ, അതായത് പുറത്തേക്ക് വരാം അല്ലേ? ഈ ബാക്ക് ഭാഗം, ഈ ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോ ആദ്യം തന്നെ ഇവിടെ ഇറങ്ങുമ്പോ വരും ചെറിയൊരു സിറ്റ് ഔട്ട്. ചെറിയ സിറ്റ് ഔട്ട്. ഇതിന് സിറ്റ് ഔട്ട് എന്നാ പറയാ? എന്തായാലും പറയാ. എന്തൊരു സാധനം ഗ്രില്ലൊക്കെ വെച്ചാണ് മൂടിയൊരു സാധനം.
ഇത് ഞങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടോ വാഷിംഗ് മെഷീൻ വെച്ചിന്. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിന് ഇങ്ങോട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതാക്കണം. അപ്പൊ ഉമ്മ എന്ത് ചെയ്തു, വാഷിംഗ് മെഷീൻ ഇവിടെ പുറത്തേക്ക് ഇവിടെ വെച്ചു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് വെള്ളം എടുക്കാം, എന്നിട്ട് നേരെ വാഷിംഗ് മെഷീൻ കിട്ടാണ്ട് ഇവിടുന്ന് തന്നെ അലക്കും ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സുഖമായി. തന്നെയല്ല അവിടെ വെള്ളം വീണാലേ ഇതിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, തെന്നും. ഇവിടെ ആകുമ്പോ സേഫ് ആണ്. പിന്നെ കണ്ടോ നിങ്ങൾ കണ്ടോ ഒരു പൈപ്പ് കണ്ടോ, വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിട്ട് മമ്മ ഒരു ഇതും ഇതാക്കി വെച്ചിക്കണ്. അപ്പൊ വേസ്റ്റ് നേരെ അങ്ങോട്ട് പോയിക്കോളും. അപ്പൊ അതിന്റെ പ്രശ്നവും പോയി. പിന്നെ ഉള്ളത് കാട്ടിത്തരാം. നമുക്ക് മുറ്റത്തേക്ക് വരുമ്പോ ഇതാക്കണ്, അടുക്കളയുടെ മുറ്റത്തേക്ക് വരുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഓല് പണ്ട് യൂസ് ചെയ്തിനെ, വെള്ളം നിറച്ചേക്കാനാക്കിയല്ലേ? എന്താന്ന് അറിയില്ല, വെള്ളം നിറച്ചൊക്കെ തന്നെയാണ് ഇക്കാരം. എന്താ അതുണ്ടാവൂല ഇക്കാരം. പിന്നെ മറ്റേ ടാങ്ക് മോളത്തെ പിന്നെ ഇക്കാരം ഇത് ഉണ്ടാക്കിയത്. ഇനി എന്തായാലും ഗൈസ് ഞങ്ങൾ ഇതിൽ മീനെ വളർത്തണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കിണർ തീരായല്ല, തീരായല്ല കൈകൊണ്ട് മുക്ക. ഇമ്മ ട്രോളിയതാണ്, എനിക്ക് മനസ്സിലായില്ലേ ഗൈസ്? അത്രക്കും നല്ല ആയുണ്ട്. നോക്കിയാലെത്തൂല, നോക്കിയാൽ കാണൂല. ഞാൻ കൊറേ നോക്കി, ടോർച്ചൊക്കെ അടിച്ച് നോക്കി കാണില്ല. പക്ഷെ നല്ല വെള്ളമുണ്ട്, നല്ല ആയുണ്ട്, നല്ല ആയുണ്ട്. അവിടെ കണ്ടു ഒരു ചെറിയൊരു മിന്നലാണ് കാണാം. നല്ല ആയത്തിലാണ് ഗൈസ്. താഴെയാണ് വെള്ളം കിടക്കുന്നത്, ഏറ്റവും താഴെ. കാണില്ല, ചെറിയൊരു ഇതേ മിന്നായം പോലെ അല്ലേ? പിന്നെ മോട്ടർ ഉണ്ടായതുകൊണ്ട് പിന്നെ സുഖമല്ല, തൊട്ടി ഇതൊന്നും അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ എങ്ങനെ തൊട്ടിയത് എന്നൊക്കെ മണ്ണ് എങ്ങനെ കയറ്റിയതാവോ, പണ്ടത്തെ കാലത്ത് ഒരു കയറ്റിയിടും. ഇനി നമ്മള് നേരെ കാണിക്കാൻ പോണത് നമ്മളെ പുറത്തില്ല ബാത്റൂമാണ്. അതിന്റെ കാര്യത്തിൽ ചെറിയൊരു കോമഡി ഉണ്ട്. വരി മമ്മ വരി വരി. അവിടെ മുട്ട് ഞാനേ കണ്ടടാ. എങ്ങനെ അത് കാണിക്കണമെന്നില്ല, ഇത് കാണിക്കണം. വരി, ഇതാണ് ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ പുറത്തത്തെ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെ പുറത്തത്തെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇതെന്താന്ന് എല്ലാവരും ചോദിക്കണ്ടാവും. ഇത് നമ്മളെ കുളിമുറിയാണ്, പക്ഷെ ഇത് കുളിമുറി അല്ല. ഇതെന്താണെന്ന് ഞാൻ കാട്ടിത്തരാം. അത് തുറന്നാണ്. കമോൺ. ഇത് കാട്ടണോ? കാട്ടട്ടെ, പോട്ടെ. ഇതാണ് ഗൈസ് കോഴിക്കോട്. കോഴിക്കോട് ആക്കിയിരിക്കണ ഗൈസ്. ഇത് വേഗം ഇറക്കി. കാരണം പറഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ഇല്ലാത്തത് കൊണ്ടേ നമ്മൾ കോഴിക്കോട് എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇതെന്തായാലും ഇത് വെറുതെ കിടക്കുകയാണ്. കുളിമുറി അത് പൊളിഞ്ഞാടി കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, കോഴിക്കളൊക്കെ അവിടെ ഇട്ടാണെങ്കിൽ നമുക്ക് പോരാനും പറ്റില്ല, കാരണം കുറുക്കന്മാർ ഇതൊക്കെ ഏറ്റിക്കൊണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുളിമുറി എന്ത് കിട്ടി, നമ്മൾ കോഴിക്കോട് ആക്കിയാണ് സെറ്റ് ചെയ്തു. അതൊക്കെ അമ്മാന്റെ പരിപാടി കേട്ടോ. ഫുൾ ക്രെഡിറ്റ് അതിന്റെ ഉമ്മാക്കാണ് അല്ലേ അമ്മ? അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ആക്കണൊക്കെ അതേപോലെ അടച്ചു വെക്കണം. ആ പിന്നെ നമ്മളെ പുറത്തത്തെ കാര്യം പറയുമ്പോ ഇതാക്കണേ, നമുക്കിവിടെ അലക്കല്ലുണ്ട് കേട്ടോ. നമുക്ക് മെഷീനിലല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നമുക്ക് അലക്കല്ലുണ്ട്. ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരുമ്പാൻ പറ്റും. ഇവിടെ തന്നെ ഒരു പൈപ്പും വരുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് വരുമ്പോ ഇതാക്കണേ, കുറെ ചക്കിയും മാങ്ങയും പ്ലാവും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കുറെ മരങ്ങളുണ്ടല്ലേ, നമുക്ക് പെരിക്കായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്. ചാമ്പക്ക ഉണ്ട് ഈ കാണുന്നുണ്ടോ? ഇനി നേരെ നമുക്ക് നമ്മളെ പേരിന്റെ ബാക്ക് ഭാഗത്തേക്ക് പോകാം. ഇല്ലടാ, കമോൺ. ഇതാണ് നമ്മളെ പേരിന്റെ ബാക്ക് ഭാഗത്തേക്കുള്ള വയ്യ്. ഇത് എടാ ഇവിടെ വാ, എനിക്കൊരു കാര്യം കാണിച്ചു തരണോ? ഇത് നോക്കിയാ നമ്മ കുറച്ചു നേരം മുമ്പ് പോയി ഉണ്ടാക്കി വന്ന ആണോ? അപ്പൊ അതായി ഇല്ലാതായി. വറക് ഇഷ്ടം പോലെ ഉണ്ട്. മോള് പോയാണ്ട് ഗൈസ് വറകൊക്കെ പൊട്ടിച്ചാണ് കൊണ്ടുവന്നേ. നടക്കാൻ മോൾക്കുന്ന എന്താ ഗൈസ് ഇതാക്കണേ, നമ്മള് ഡ്രസ്സുകൾ തിരുമ്പിട്ടുണ്ട്. മമ്മ തിരുമ്പിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും മോൾ പോവല്ലേ, നാവ് ഉണക്കിയിട്ട് ഇതാക്കല്ലേ മമ്മ? രണ്ടാളാ കൊണ്ടുപോകലേ. ഇതോ നിങ്ങള് രണ്ടാളും കൂടി ഏറ്റി പിടിച്ചിട്ട് ലിഗ്മെന്റും കാലില്ലാത്ത ആൾക്കാരാണ്. ഫുള്ള് രോഗികളാണല്ലോ കുറച്ചോനെ ഇവിടെ. ആ ഒരു വിധത്തിലൊക്കെ തട്ടിമുട്ടിയിട്ട് കൊണ്ടുപോകില്ലേ? കോണി ഇതൊക്കെ കയറിയിട്ട് വേണ്ടേ? ഇങ്ങോട്ട് കേറിയിട്ടാണ്ടല്ലേ? എന്നാ പിടി, ഇത് ഞാൻ പിടിച്ചോണ്ട് വേണമെങ്കിൽ, കാരണം കുറവാണ്. ഇവിടെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താ അറിയോ, ഇത് കേറുമ്പോ നോക്കി കേറിക്കോട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്റെ തല നല്ല രീതി കെട്ടിട്ട് നല്ല രീതിക്ക് കിട്ടീനി. എനിക്ക് കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ചോദിച്ചും ചെയ്തീനി. ആ കാര്യത്തിലൊന്ന് പേടിക്കാണ്. തല മുട്ടൂല, കൊയങ്ങാണ് അവിടെ കയറുമ്പോന്നുള്ളൂ. തല മുട്ടൂല, ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇഞ്ഞുണ്ട് എന്താണ് എത്ര ഇഞ്ഞുണ്ട്. ഉമ്മമാരുടെ പകുതി ചിലപ്പോ ഇഞ്ഞും വേണം തലമുട്ടണം എന്നുണ്ടെങ്കിൽ. അതിലൂടി ഉണ്ടല്ലോ ഇജ്ജ്, ഇങ്ങനെ രണ്ടാളുണ്ടല്ലോ തലമുട്ട. തലമുട്ട ഞാനും മോണ്ടനുണ്ട്. ഞങ്ങൾ രണ്ടാളതേ മുട്ടുള്ളൂ, ഉമ്മാൻ്റെ മുട്ടൂല. ഇനി വരി ഇനി നമുക്ക് ഇതാണ് നമ്മളെ പേരിന്റെ മോൾ ഭാഗം വരുന്നത്. അതായത് നമുക്ക്
ഡ്രസ്സുകളൊക്കെ തോരടാൻ മടിയിടില്ല സ്ഥലം വരുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വിശാലായിട്ട് കിടക്കണേക്കണ്. എന്നിട്ട് ഞങ്ങൾ ഇതേ കെട്ടിയിട്ടുള്ളൂ 3 എണ്ണം. ആന്ന് അല്ലേ? 3 എണ്ണം തന്നെ മതി അല്ലേ? എമ്പാടും ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നമ്മളെ ഡ്രസ്സുകൾ മൊത്തം നമ്മൾ ഇവിടെ തോരല്ല പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ചൂട് കാറ്റേ നല്ലോണം കാറ്റ് കെട്ടിട്ടേ വാർപ്പിന്റെ ചൂട് ഇതിന്റെ ചൂട് എല്ലാം കൂടി കിട്ടിയിട്ട് പെട്ടെന്ന് ഉണങ്ങണ്ടില്ലേ? അതാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മൾ മറ്റേ നിങ്ങൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ഓരോരുത്തർ പെരീക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും കയറി വരുന്ന അവിടെ സെഡിയൊക്കെ ആക്കിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പെരീക്ക് ഒരാൾ കയറി വരാം, മുറ്റത്ത് കൂടെ കാണാം 4-5 ആയാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ടുക, എന്നിട്ട് കാണാം അതിമ സെഡിയും ട്രൗസറൊക്കെ തൂക്കിയിടാം. നിങ്ങളെ കീട്ട കേക്കും വേണം, നിങ്ങൾക്ക് ഉണക്കും വേണം. ആ അതിനെ അടുപ്പത്ത് നമ്മള് കാര്യമായിട്ട് വ്ളോഗ് എടുക്കാറില്ല, കുക്കിംഗ് വ്ളോഗ്. സെഡി കാണാൻ ഇങ്ങനെ കിടക്കണ്, ഞങ്ങൾ തന്നെ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴെങ്കിലും പടച്ചോനെ ഞങ്ങളിത് കാണാം. എന്താ കാട്ടും, ഒന്നും കാട്ടാല്ല. അതാണ് അവസ്ഥ. ഉണങ്ങിയിട്ടുണ്ടാവൂല. അപ്പൊ പിന്നെ പുകയത്തേലിട്ട് ഉണക്കി തരണ്ടേ? അല്ലെങ്കിൽ എന്റെ നനഞ്ഞ ചോദിച്ചു മഴ ആണെങ്കിൽ എന്താ കാട്ടും, ഉണങ്ങൂല. അപ്പൊ ഞങ്ങൾ എളുപ്പം ഉണങ്ങാൻ വേണ്ടിട്ട് ഇടും. അതാണ് ഓല് അങ്ങനെ വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മളിത് ശ്രദ്ധിച്ചില്ല. ഞങ്ങള് പാവം വിചാരിച്ചു. പക്ഷെ അതിനെ സംബന്ധിച്ച് ഇത് അടിപൊളി കേട്ടോ. കാരണം എന്താ അറിയോ, പേരുടെ മുകളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായത് ഞങ്ങൾക്ക് നല്ല ഏറ്റവും ഉപകാരം ഉണ്ടായത് ഇബൽക്ക് 2 ആൾക്കും കൂടിയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഡ്രസ്സുകൾ തോരടാനൊരു സ്ഥലം. കാരണം അത് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അത് ഏതായാലും സെറ്റായി. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടല്ലോടാ. താഴെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇതൊക്കെ മോണ്ട താഴെ ഇങ്ങനെ ഒരു ഏരിയ. അത് പറഞ്ഞിട്ടേ ഇതുമായിട്ട് ഇരിക്കരുത് കേട്ടോ. എന്താ എന്താ വെച്ചാലോ താഴെ കുണ്ടാണേ. നിങ്ങൾ ഇരിക്കണ്ട, ഞങ്ങക്ക് പേടിയാണേ നിങ്ങൾ ഇരിക്കുമ്പോഴേ. അതെ വാ ഇന്റെ അടുത്തൊരു ടെന്റ് ഉണ്ട്. അതായത് പണ്ട് ഞങ്ങൾ ടെന്റിങ് വ്ളോഗൊക്കെ എടുക്കാൻ പോയപ്പോ അന്നത്തെ ഒരു ടെന്റ് ഉണ്ട്. അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു ദിവസം വ്ളോഗൊക്കെ എടുക്കാം അല്ലേടാ? ഇവിടെ പറ്റൂലേ? നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തിരുന്നൂടെ? സെറ്റ് ആവും. പിന്നെ അതല്ല ഏതാ ടീം വേൾഡ് കപ്പിൽ ഏതാ ടീം? എനിക്കറിയില്ല മക്കളെ. ഫ്ലസ്ക് ഒക്കെ അടിച്ചിട്ടില്ലേ അങ്ങാടിയിലൊക്കെ? ഏതാ ടീം? നിങ്ങള് അതിന്റെ പേര് പറയാനാണ്. റൊണാൾഡോനല്ല, റൊണാൾഡോ. പോർച്ചുഗൽ ഞങ്ങൾ പോർച്ചുഗൽ ടീമാണ് കേട്ടോ. അല്ലേ അമ്മ? ഇമ്മേ പോർച്ചുഗൽ അല്ല, പോർച്ചുഗൽ. ഞാൻ മെസ്സി ഏതാ ജാതി? നെയ്മർ ഏതാ? മുസ്ലിം അല്ലേ? അതന്നെ, മുഹമ്മദ് നെയ്മർ. ഇന്നലെ എന്നോട് കളി കണ്ടോണ്ട് ഞാൻ എവിടെ ചോദിച്ചപ്പോ പറഞ്ഞത് നല്ല തന്നെ. നമ്മളെ നാട് നെയ്മർ അറിയില്ലേ? അമ്മായിന്റെ മറ്റേ കുടുംബക്കാരാണ്. പിന്നെ അതായത് നെയ്മർ എവിടെ ഉള്ള വെച്ച് കഴിഞ്ഞാല് നമ്മളെ മലപ്പുറം കഴിഞ്ഞിട്ട് അടുത്ത ഏതാ സ്ഥലം ഉണ്ടല്ലോ, കൊണ്ടോട്ടിയിലേക്കാം നെയ്മർ ജൂനിയർ. അപ്പൊ നമ്മളെ നാട്ടുകാരാണ്. വേൾഡ് കപ്പ് അല്ലേ? ക്രിസ്ത്യാനോ എവിടെ ഉള്ള? അമേരിക്ക ഒന്നല്ല, കോഴിക്കോട്. അതൊക്കെ അപ്പൊ നമ്മളെ നാട് തന്നെ എല്ലാരും. പിന്നെ സത്യം അതൊന്നറിയില്ല. ഇത് ഒന്നും അറിയാതെ ഒന്നൊരു വേൾഡ് കപ്പ് കാണാൻ കുത്തിരിക്കണേ. പിന്നെ ഗൈസ് വേറൊരു സംഭവം കൂടി ഉണ്ട്. നിങ്ങളെല്ലാരും നമ്മളൊരു പഴയ വ്ളോഗ് കണ്ടിനി, നമ്മളൊരു വ്ളോഗ് ഇട്ടീനി. അത് കണ്ടിക്കണ എല്ലാരും. കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കി നമ്മളെ രണ്ട് വ്ളോഗ് മുമ്പല്ലേ ഇട്ട് മറ്റേ വ്ളോഗ് ഇട്ടില്ലേ, നമ്മളെ പണ്ടത്തെ ഒരു വ്ളോഗ്. അതെല്ലാരും ഒന്ന് അത് ചെന്നാണ് കാണി. കാരണം ഞങ്ങളെ പണ്ടത്തെ ഒരു വ്ളോഗാണ് അല്ലേ? ഞങ്ങളെ പണ്ടത്തെ ഒക്കെ കോലയില് കാണാം. ഞങ്ങൾ എങ്ങനെയാണ് നടന്നത്, എങ്ങനെ കോലൊക്കെയാണ്. ഒരു 3 കൊല്ലം മുമ്പത്തെ 3-3.5 കൊല്ലം മുമ്പത്തെ വ്ളോഗാണത്. കെട്ടിയൊക്കെ പോയി ആ മലയിലൊക്കെ പോയി നിന്ന് അതൊക്കെ നെണ്ടല്ല ടെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ടെന്റ് നമ്മളെത്തി നമുക്കിവിടെ കുത്തിരിക്കാൻ. ഇങ്ങനൊരു സംഭവം സെറ്റപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തോരടാൻ പറ്റും. കണ്ടോ, നല്ല വിശാലായിട്ട് തോരടാം. ഇനിയൊരു അതിൽ ഇനിയും ബാക്കിയാണ്, പോരാത്തതിന് ഇനിയും കെട്ടാൻ വേണ്ടി സ്പേസും ഉണ്ടേനു. ഇവിടെ ഉണ്ട് അല്ലേ? പിന്നെ എങ്ങനെ നമ്മളെ കോഴിക്കോട് മട്ടിയിലേനോ നെറ്റ് കൊണ്ടുവന്ന് തിരുമ്പിട്ടാണ്. എത്രങ്ങാനും വലിയ നെറ്റാണത്. ഇതില്ലേ അടിയുടെ പച്ച ഇതിനെ കൊണ്ട് ഒറ്റക്ക് വെക്കണില്ല, അത്രക്ക് കനം. എന്നിട്ട് എന്താ താങ്ങി പിടിച്ചു ഇതില് പകുതി അയലുമട്ട് അങ്ങനെയൊക്കെ ഇട്ട്. ഇനി നമുക്ക് ഗൈസ് നമ്മളെ എന്റെ മുറ്റത്തേക്ക് പോകാം. അവിടെ ഇനി അല്ലറ ചില്ലറ പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ? പേര് പൊളിഞ്ഞാടാ നിക്കല്ലോ. മാനേജർ കാര്യം ചെയ്യേ, നമ്മളാ ഇതുമാ കരിയിട്ടേ ഒരു ചക്ക ഇട്ടു നമുക്ക് പൊരിച്ചും ചെയ്യാൻ കൂട്ടാൻ വെക്കാം. ഈ ചക്ക പൊരിച്ച് തിന്നാൻ വലിയ ഇഷ്ടമാണല്ലോ. ചക്കല്ലേ? ഇല്ല ഒന്നുള്ളൂ.
അത് ഇതായിക്കണം പുളിച്ചിക്കണം അത് പറ്റൂല പൊരിച്ചാൻ പറ്റൂല അത് പറ്റൂല അത് വേറെ അടുക്കളയിലുള്ള ചക്കല്ലേ അടുക്കളയില്ല അല്ല ചക്കപ്പൊരി നേരത്തെ കാട്ടി കൊടുത്തില്ലേ അത് കരിഞ്ഞിക്കണ് കരിഞ്ഞു അത് കുറച്ചു അത് ഉമ്മ ഇന്നലെ ഉണ്ടാക്കിയാണ് കരിയിച്ചിക്കണ് തന്നെയല്ല ഇപ്പൊ ഏതായാലും ഒരു കൂട്ടാൻ വെക്കണല്ലോ അപ്പൊ രസം പൊരിച്ചും തരാം അങ്ങനെ അതാണ് അപ്പൊ ഇനി ചക്ക ഇടണം അല്ലേ പിന്നെ ആരെങ്കിലും ഒന്ന് വന്നാല് ചക്കപ്പൊരി പറഞ്ഞ് കൊടുക്കാല്ലേ നമുക്ക് അതന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേക്കറി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കപ്പൊരി ഇച്ചാന്റെ ബാക്ക് കൂടെ ഇറങ്ങാൻ ഞാൻ പേടിയാണ് എന്റെ ബേക്ക് കൂടെ നടക്കാൻ നിൽക്കണം ഞാൻ ഈ കൂടെ ഇറങ്ങി പോരും എന്നിട്ട് അവിടുന്ന് അനു പറഞ്ഞിട്ട് ഞാൻ ഈ കൂടെ എടാ അന്നൊന്നും വന്നു വെച്ചാൽ നടക്കാൻ പേടിയേനി ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഇപ്പൊ ചേലായി ഇപ്പൊ ചേലായി. ഇപ്പൊ അമ്മയുടെ തുണികളും കൊണ്ട് വരണ്ടേ അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പൊ പിന്നെ കുഴപ്പമില്ല. എന്നാ വരും മാമ രണ്ട് നൊണ്ടിയാളിങ്ങനെ വരും ഹൊയ് 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 പറഞ്ഞിട്ട് ഇങ്ങനെ പോകും വാ ആ മാനെ തോട്ടി എടുക്കണം ആണോ അതിമച്ച് കയറുവോ ആ കേറി കഴിഞ്ഞാ കയറി എങ്ങനെ എയിമ കയറണ്ടേ? ആയിമ കുളിമുളിമ കയറണം കുളിമുറുമേ അതിന്റെ മുകളിലൊക്കെ ചക്ക അല്ല പിന്നെ എങ്ങനെ എത്തുക അതിന് ഇത് പടയും ഞാൻ പറയുമ്പോ ഇന്നിക്കാട്ടിൽ നല്ലോണം കയറാൻ അറിയുന്ന മൗണ്ടനാണ് ആ പിന്നെ നിങ്ങൾ ആര് കയറിയാലും നോക്ക് തോട്ടി ആര് കയറിയാലും വേണ്ടില്ല ചക്ക ചക്ക വേണം. ചക്ക ഇടണം ആര് കയറി കൊഞ്ഞാലും വേണ്ടില്ല ചക്ക ഇടണം ആദ്യം തോട്ടി കൊണ്ട് പോവുക എന്നിട്ട് നമ്മൾ നോക്കാം കയറാൻ വെക്കുവോ നോക്ക് അതൊക്കെ വെയിക്ക് നോക്കണം ഇതാ തോട്ടി ആ തോട്ടി അതന്നെ നമ്മളതാ അല്ലടാ ആ ചേച്ചിന്റെ അപ്പുറത്തെ വരുന്ന ചേച്ചിന്റെ ആ ഓ ഗൈസ് ഇതാണ് തോട്ടി അരിവാളൊക്കെ അല്ല തോട്ടിയാണ് നമ്മളെ തോട്ടി ഇനി ഇതിനെ അടുക്ക് നമ്മളെ തോട്ടി എല്ലാരും കണ്ടല്ലേ ഇതിനെ അടുക്ക് അവിടെയൊക്കെ തട്ടുള്ളൂ ആ അതാ വാ 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 എടാ വേറൊരു ടീം വരുന്നുണ്ട് ഗൈസ് ഓല വ്ളോഗിൽ എല്ലാവർക്കും പരാതിയാണ് കാരണം പറഞ്ഞാൽ നമ്മളെന്താ വീഡിയോ ഇടാത്തതെന്ന് നമുക്ക് ആ പരാതിനെ മാറ്റി കൊടുക്കാം കമോൺ ആ വണ്ടി ഉള്ളിൽ കയറ്റിയോളൂ ആ ഗേറ്റ് തുറന്നരാ ആക്കണ്ട് പരിപാടി ഉണ്ട് വാ വാ ഒരു മിനിറ്റ് എങ്ങനെ ലാബ് പഠിച്ചാൻ വീട്ടിലെ ആ പോയില്ല ആ അവിടെ എന്തേ ഇനിയും പഠിച്ചാൻ പോവാ മിസ് വെറുതെ വിളിച്ചതാ ആണോ ഇത് കേട്ട് വെക്കാണ് വരും ആ നിങ്ങൾക്ക് പറ്റുമല്ലോ പഠിച്ചാൽ നിങ്ങളോട് പറയണ്ടല്ലോ ഞങ്ങള് വീഡിയോ ഇടുമ്പോ നിങ്ങളെ കാണില്ല അടുത്ത പരാതി ഇങ്ങോട്ട് വാ എല്ലാരും എന്താ ചോദിക്കണേ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ കാണില്ല നിങ്ങളെ കാണാനാണ് ഞങ്ങൾ ഈ കയറിയ ആൾക്കാര് കാണുന്നത് പക്ഷെ ഞങ്ങളെ കാണില്ല എന്ന് എല്ലാവർക്കും പരാതിയാണ് കഴിച്ചത് ഇന്ന് തൊട്ട് കാണും ഇന്നോട്ട് കാണും ഇന്ന് തൊട്ട് കാണും ഞങ്ങൾക്ക് ഒരാഴ്ച തൊട്ട് ലീവ് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം എന്താ ഞങ്ങൾ പേര മാറിയ കാരണത്തിനാല് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലായി ഇപ്പൊ അത് മാറി അതന്നെ കൊറേ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഓരോ സാധനങ്ങൾ ഇനി സെറ്റ് ചെയ്യാനാണ് ഷെഫീഖ് പ്രോ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പ്രോ റൈഡർ ആണ് ഗൈസ് ഇവൻക്ക് വേണ്ടിട്ട് ഏതോ ഒരു പെണ്ണ് എവിടെ നിൽക്കുന്നുണ്ട് എന്റെ മക്കള് പഠിച്ചട്ടെ എന്റെ മക്കള് പഠിച്ചട്ടെ ഓ ഹെവി റൈഡറോ ആ എന്നെ മാറി കട്ട കട്ട ഏതല്ലേ ഗൈസ് ക്രൈസി ഫാമിലിന്റെ വണ്ടി എല്ലാരും ഒന്ന് കമന്റ് ചെയ്യൂ അല്ലേ ഇറങ്ങി അല്ല എന്താ വണ്ടി എങ്ങനെയാണ് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ മാനേജ് നമ്മളെ പുയ്യാപ്പിള വരുന്നുണ്ട് ഗൈസ് പുയ്യാപ്പിളനെ കാട്ടിത്തരാം ഇപ്പൊ ഏതോ കോസ്റ്റ്യൂം ഇത് നോക്കിയാ ഗൈസ് ഇപ്പോഴും എല്ലാരോടും ഒന്നുകൂടി പറയാണ് ചെക്കന് പെണ്ണ് നോക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല അപ്പൊ എല്ലാരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ കോസ്റ്റ്യൂം ഒക്കെ കണ്ടില്ലേ ഡ്രൈവറാണ് അല്ല നല്ലോണം ഡ്രൈവിംഗ് ഇപ്പൊ പഠിച്ചാണ് ഇപ്പൊ സെറ്റ് അല്ലേ എങ്ങനെയുണ്ട് വണ്ടി ഓട്ടാന് അടിപൊളിയാ സെറ്റ് അല്ലേ അല്ലല്ലോ പേടിയാണ് സാധിച്ചില്ല അതിനുള്ള ടൈം ഇട്ടില്ല പേടിച്ചിട്ട് അതിന് കള്ളത്തി മുന്നിൽ ഗൈസ് നമ്മളെ ചെറുക്കെന്താക്കണം ഇവിടെ ഹലോ അസ്സലാമലൈക്കും അന്ന് നല്ല കുട്ടിയാടാ ഉറക്കം വീരാന്താ നിങ്ങളെപ്പോ പോയതാ ഫോൺ കൊടുക്കടാ എല്ലാരെ കജിലോതാ കാണുന്നേ ആ മൊബൈലില്ലേ പിരാന്തല് ഇതെന്ത് തേങ്ങയെന്നൊക്കെ ചോദിച്ചേ ദൈവം ഇവന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പറയുന്നത് രണ്ടു വാക്ക് ചെറിയ മിച്ചറൊക്കെ അതൊരു പറയേ സുഖം സുഖകരം ഷെഫീക്ക് മിച്ചർ നിൽക്കണ് ഷെഫീക്ക് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാന്നുള്ളൂ മമ്മ വരി ആ ഇവിടെ നാട്ടുവർത്താനാണ് നമ്മളപ്പുറത്ത് വർത്താനം പറയാം ഇവിടെ നാട്ടുവർത്താനാണ് എടി ചക്ക വേണോ നിങ്ങക്ക് ചക്ക വേണോ ചക്ക വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ ആറ്റിറ്റ്യൂഡ് ഇടാൻ നിക്കണ്ട അല്ല ഞങ്ങള് വെറുതെ ഇങ്ങനെ ചക്ക ഉണ്ടായിനി അപ്പൊ ചക്ക ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഉത്തരിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വേണ്ടെന്നേ പറയുള്ളൂ നമ്മള് കയ്യോടെ എടുത്ത് കൊടുക്കുമ്പോഴാണ് അതുപോലെ കൊണ്ടുപോകാൻ ആണോ
വേറെ നാട്ടില് എന്താ വില? 500 കിലോനോ? കിലോന് ചെറിയ ചക്ക 500 റുപ്യ കൊടുക്കണ്ടേ? 600 1000 ഒക്കെ കൊടുക്കണം. ലുലുമാള് കയറുകയാണെങ്കിൽ 2000 തന്നെ കൊടുക്കണം. അതങ്ങനെ തന്നെയാണ്, മാളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അത്ര ചെറിയുള്ളൂ. വിൽക്കാൻ വെച്ചിരിക്കുന്ന ചക്കാള്. ആണോ? ആ ഞാൻ ചോദിച്ചിട്ടില്ല. പൊരിയല്ലേ? പൊരിയല്ല ചക്ക. ചക്കേ നടക്കാൻ വെക്കുമല്ലോ ഞമ്മക്ക് മടക്കി റോട്ടിലൊക്കെ അതുകൊണ്ടാണ് ശരിയാട്ടോ, കാരണം നമുക്ക് നമ്മളെ വലിയ തന്നെ കിട്ടാല്ല. എന്നിട്ട് ഇവിടെ നമ്മളെ ചക്ക കിട്ടിയപ്പോ ഡോക്ടർമാരെ കിട്ടാത്തോൽക്കുണ്ടാവും. പേര് മാറ്റിട്ട് ഇങ്ങളോ ഇപ്പൊ ഇൻഷുറൻസിൽ പോലെ പേരിടാ. പൊരിക്കീന് എന്ന് പൊരിക്കാൻ എന്താണ് അവ നോക്കണം. ആപ്പാപ്പാന്റെ കാര്യല്ലേ? എന്താ ഈ ആപ്പാപ്പാന്റെ നടക്കില്ലേ? ഞാൻ കണ്ടിന് വ്ളോഗ് കണ്ടീനി. അപ്പൊ നടക്കണ ഇങ്ങനെ കണ്ടു രാത്രി. അതായത് പൊന്തിച്ചെടുത്തുണ്ട് വലിച്ചു പോയ കാല് അല്ല എവിടെ നടക്കും? പുറത്തു കൂടെ ആണല്ലോ, മുറ്റത്ത് കൂടെ. ഉള്ളിൽ കൂടെ നടത്തും. എല്ലാരും ചോദിച്ചിന് ആപ്പാപ്പാന്റെ അവസ്ഥ എന്തായിന്ന്. അപ്പൊ ഇന്നലല്ലേ വന്നേ? തടി കുറഞ്ഞില്ലേ? മിഞ്ഞാന്ന് കേസ് ഇവര് പോയാണ്ട് ആപ്പാപ്പാനെ കൊണ്ടുവന്നു. ഇപ്പൊ ആപ്പാപ്പാക്ക് ഓക്കെ ആണല്ലേ? ഇപ്പാന്റെ കാല് ഇത് ഇങ്ങനെ വലിച്ച് നടന്ന കാല് ഇപ്പൊ ഇങ്ങനെ പൊന്നിച്ചാ നടക്കണ്. ആ കാല് കിട്ടൂല ഇനി. അല്ല ഇനിയും ചെല്ലാൻ പറഞ്ഞോ? 21 ദിവസത്തിന് മരുന്ന് നിൽക്കണം. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒന്നെങ്കിൽ പ്രഷർ ഇപ്പാക്ക് അടിച്ചു കയറിയിരിക്കണം, പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രോക്ക് വന്ന് പോയിക്കണം, പറഞ്ഞിട്ടില്ല. അപ്പൊ അതാ വലുത് ഭാഗത്ത് കൂടിയാണ് വന്നത്. അതെങ്ങനെയും ഇതായ മതിന്. കാരണം എത്ര കാലയില്ല ഇതും കൊണ്ട് നടക്കണ്. അതുകൊണ്ടാണ് പഴകിയിട്ടാണ് മാറാത്തത്. അതാണ് പറഞ്ഞത്. പെട്ടെന്ന് മാറി. എന്നിട്ട് പാർക്കിൻസൺസിന്റെ ഗുളികയും കുടിച്ച, അസുഖം എല്ലാത്തിന്റെ ഗുളിക അങ്ങനെ കുടിച്ച. അങ്ങനെ തന്നെ ഇപ്പൊ വേറെ ആള് വന്നു ഇപ്പാന്റെ അതേ മതി. ആണോ? വീഡിയോ കണ്ടിട്ട് വന്നാണ്. ആണോ? ഇപ്പാന്റെ അതേമാതിരി തന്നെ പ്രായമില്ല, 40 വയസ്സുള്ളൂ. ആണോ? മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിക്കണ. റെഡി ആയാ മതി. ഇതുപോലെ കൊറേ ആൾക്കാരുണ്ട് ഈ അസുഖം എല്ലാ ആൾക്കാരും. അതന്നെ അറിയാത്ത എത്രങ്ങാനും ആൾക്കാരുണ്ട്. നമ്മളെന്നത് പാർക്കിൻസൺസ് വിചാരിച്ചിരിക്കല്ലേ? നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നോണ്ടാണ് ഇപ്പൊ അങ്ങനെ അറിഞ്ഞത്. ഈ അസുഖം വേറെ നമ്മളാദ്യം എന്താ വിചാരിച്ചിന് ഇപ്പാക്ക് മാത്രമേ ഉള്ളൂ ഈ അസുഖം. അപ്പൊ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അസുഖാണെന്നൊക്കെ നമ്മള് കരുതീനി. പക്ഷെ ഇത് കമന്റ് എത്രങ്ങാനും ഇടക്കര ചുങ്കത്ര നമ്മള് ഈ ഏരിയ കൂടെ തന്നെ കൊറേ ആൾക്കാർക്ക് ഉണ്ട് ഉണ്ടോ കമന്റിൽ അങ്ങനെ പക്ഷെ ഈ ഡോക്ടർമാരെന്നും കണ്ടിട്ടാണ് ഒരു ദിവസം 8 ഗുളിക 12 ഗുളിക കൊടുക്കണത്. ഞങ്ങൾ അങ്ങനെ ആലോചിച്ചു. അങ്ങനെ നരമ്പിന്റെ കണ്ണിന് പ്രശ്നം വരുന്നത്. തലച്ചോറിനും ഉണ്ടല്ലോ ഇത്. ഈ അസുഖത്തിന് തലച്ചോറിന് എന്താ പ്രശ്നം വരുന്നത്? അതാണ് ഈ കണ്ണിന്. ഒരു ദിവസം 5 ആക്കും, പിന്നത്തെ പോക്കിന് 7 ആക്കും, പിന്നത്തെ പോക്കിന് 12 ആണോ? ഇപ്പൊ 12 ആക്കാൻ നിൽക്കാണ്. ആണോ? നിർത്തി. ഇന്നലെ വന്ന ആൾക്കാർക്കില്ലേ? അഡ്മിറ്റ് ആയ ആ ഗൈസ് നമ്മളെ പെരിയ ഒരു ഹെലികോപ്റ്റർ വാങ്ങിന്. കമോൺ സീനാണ്. ആ ആൾക്കാരൊക്കെ ആകെ കൂടിനല്ലോ, അറിഞ്ഞില്ല? നിലമ്പൂർ ടോക്സ് ഒക്കെ വീഡിയോ ഇട്ടീനി. എല്ലാരും നിലമ്പൂർ ടോക്സ് ഒക്കെ ആകെ വീഡിയോ ഇട്ടീനി. അതൊന്നും അറിഞ്ഞില്ലേ? ഇവിടെ ഹെലികോപ്റ്റർ വന്നിട്ട് അമ്മമ്മ അറിഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ ഇത്ര എളുപ്പമല്ല ഹെലികോപ്റ്റർ. ആരാ പറഞ്ഞ? നിങ്ങൾ പറയണ വാങ്ങിക്കൊന്നല്ല. ചക്ക വാങ്ങ. എടാ ഹെലികോപ്റ്റർ സത്യം ഇന്ന് രാവിലെ മാട്ടുമല ഇറങ്ങിയിരിക്കുന്നു. ആര് കളിച്ചാണ്? എന്റെ കുട്ടി കളിച്ചാണോ? ഇതും ഇതോടെ പറയുകയാണെങ്കിൽ പിന്നെയും പ്രശ്നമല്ല. കാര്യമായിട്ട് നോക്കണേ. ഡ്രോണല്ല ഡ്രോണ്. ഫ്രീ ആയിട്ട് മറ്റേ കിലിക്കണ്ട് ഇവിടെ കിടക്കണേ. അതവിടെ തന്നെ നമുക്ക് കാണാം. തോക്കുണ്ട് കുട്ടിയാൾക്ക് കൊണ്ടേക്കും. തോക്കുണ്ടോ? മറ്റേ ആ തോക്ക് പണ്ടത്തെ അങ്ങനെ ഇവര് വന്നാണ്ട് പോകാണല്ലേ? വീട്ടിൽ പോവാ. ടാറ്റ എന്നാടാ? ടാറ്റ ടാറ്റ. ഒരു പാറ്റ മുട്ട് നോക്കി കുത്തിരിക്കണ്ട്. ഓന് പാറ്റ തരിക. കാലിട്ടോ അമ്മമ്മ കല്ല് മാറ്റിട്ടില്ലേ? താത്താക്കണ് വന്നോണ്ട്. താത്തടെ അവിടുത്തെ മാറ്റിയോ? ചെരുപ്പ് എടുക്കാൻ പോയതാ. ചക്ക വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചക്ക ഒക്കെ കൊണ്ടുപോണ്ട് ഞാൻ കാട്ടിത്തരാം. തെളിവോടെ ഞാൻ കാട്ടിത്തരാം. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വേണമെന്ന് ചോദിച്ചാൽ ആരും വേണ്ടെന്നേ പറയുള്ളൂ. അതെ തേങ്ങ ഇതിലില്ലാണെന്നുണ്ട്. തേങ്ങ കണ്ടില്ല, ചക്ക ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ അതൊക്കെ നമ്മള് കണ്ടറിഞ്ഞ് കൊടുക്കണം അല്ലേ അമ്മമ്മ? നമുക്ക് തേങ്ങ ചക്ക ഇട്ടിക്കണെന്നുണ്ടെങ്കിൽ ചക്ക നിന്നുണ്ടായി. തേങ്ങ എടുത്തിട്ടോളൂ. ഞാൻ വിചാരിച്ചു ചക്കയെന്ന് പറയല്ലേ. ചക്ക ഇടുന്ന അത് തേങ്ങ ഇടുന്ന അത് ശമന ഇവിടുന്ന് പോകണമെന്നാണ്. ചക്ക ഉണ്ടായിന് ഇവിടെ. ചക്ക കുറച്ചേരം കൂടി നിന്നാ പറിച്ചിട്ട് പോവാ. ഓക്കെ ബൈ 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 ബൈ. ആ പവനാണ് വരുന്നത്. കുറച്ചുണ്ട്. ഓക്കെ തൊട്ടിയൊക്കെ വാങ്ങിയോ? വൗ കുട്ടിന്റെ ആ പാപ്പാക്കല്ലടാ കുട്ടിക്ക്. ആള് കയറിയിട്ടില്ല. ഓക്കെ എന്നാ ബൈ ടാറ്റ. സീ യു അഗെയിൻ. എന്നാ ഓക്കെ. അങ്ങനെ ഒലി പോവല്ലേ അമ്മമ്മ?
അവര് പോയി. നമുക്ക് കുറച്ചുകൊണ്ട് പോകാം വീടെടുത്ത് കഴിഞ്ഞിട്ട്. നമുക്ക് വീടെടുത്തുണ്ട് അപ്പാപ്പനെ കാണാൻ പോണല്ലേ. ഇവിടെ ഗൈസ് ചക്ക കൂട്ടാൻ തിന്നുകൊണ്ടിരിക്കണം. ചക്ക കൂട്ടാനുണ്ടോ? ചക്കപ്പോരി. ചക്കപ്പോരി ഓല് വന്നപ്പോ കഴിച്ച് നമുക്ക് തിന്നാൻ കൊടുക്കാൻ ഒന്നുമില്ല. നീ ഇന്നലെ ഞാൻ മിച്ചർ വാങ്ങി അവിടെ അവിടെ ഉണ്ട്. കൊടുത്തില്ല ഈ ഓഞ്ഞ ചക്ക കൂട്ടാൻ കൊടുത്തില്ല. ഞാനേ കണ്ടിട്ടില്ല. ഏത് മിച്ചറോ? മിച്ചർ കഴിച്ച് നമ്മക്ക് തിന്നാനുള്ളത് ചക്ക കൂട്ടാൻ. എന്റെ കുട്ടിയൊക്കെ ഏത് കൊടുത്താലും പറ്റും. ഇനി ഒന്നും ഇല്ലേലും കഴിച്ചാൽ പോകും. കഴിച്ച് നമ്മള് ചക്ക പറിച്ചാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. ഏത് ചെക്കന്മാര് വരുന്നത്. ഒരു കുട്ടി പോണ റോഡ് കൂടെ പോയിക്കോട്ടെ. ഗൈസ് നമുക്ക് കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ പണി നടക്കൂല. നമുക്ക് ചക്ക പറിക്കാൻ പോവാ. ഏത് ചക്ക പറിക്കണ്ടേ? അല്ല ഇജ്ജല് കേറി ഇജ്ജ് കേറി. ഗൈസ് ഇമ്മമ്മ പറഞ്ഞ എവിടെ അറിയോ ഇതാക്കണ് കേറിയിട്ട് കുളിമുറിന്റെ മുകളിൽ കയറാന്. എന്നിട്ട് ചക്ക ഇടാനാണല്ലോ. കേറി വെക്കാം. സേഫ്റ്റി. ചക്ക എവിടെ എനിക്ക് കാണില്ലല്ലോ. ആ അതില്ലേ അവിടെ കാണണമെന്നില്ലേ? മമ്മ കയറട്ടെ. ആ കാര്യം ചെരുപ്പ് എവിടെ ഉണ്ട്? മമ്മ കേറുന്നുണ്ടോ? പുറത്തേക്ക് ഇറങ്ങാൻ ചെരുപ്പ് വേണ്ടേ? അത് മടാ ആ ചെരുപ്പ് ഇട്ടളി. ഇന്റെ ആക്ക അവിടെ എല്ലാം ഇട്ടളി. ആ ശരി കേറാ. പടച്ചോടെ ഒന്നും പൊളിഞ്ഞാടൂലായിരിക്കല്ലേ? ഇതിന് ചെരുപ്പേക്കാട്ടില്ലേ? എന്നമ്മ ഒരാൾ ഞാൻ തോട്ടി നിർത്താന്നാണ് അവിടെ എക്സ്ചേഞ്ച് ആക്കി കളിക്കണ് ചെരുപ്പൊക്കെ. ഉമ്മമാരുടെ ചെരുപ്പാണ് ഇമ്മട്ടിക്കണേ. എന്നിട്ട് ഞാൻ ചെരുപ്പ് വെറുതല്ലേ. എന്നിട്ടോ ഇപ്പൊ ചെരുപ്പ് ഇട്ടിട്ട് ഇപ്പൊ ചെരുപ്പ് ഇടാ. അപ്പൊ ഓനോട് എടുക്കാൻ വന്നു. അപ്പൊ അങ്ങോട്ട് പോണം. അങ്ങോട്ട് തലമ തട്ടല്ലേട്ടോ. കത്തി തലമ തട്ടല്ലേ. ചക്കടല്ലേ? ഏതാ ചക്ക കാട്ടിയതുകൊണ്ടോ? എനിക്ക് വെക്കണ ആ ചേച്ചിക്കും ഇത് ചെറുതാ? ഈ ചേച്ചി ആ ഓക്കെ. ചെറുതല്ലോ ഇടല്ലേ? ഇവിടുന്ന് വെള്ളല്ല ഇടാട്ടോ. നമ്മള് ചക്കടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇടല്ലേന്നാ വലിക്കട്ടോ. എന്നാ നോക്കോ വേണ്ട. നീ ഇതേ തൂമ്പലോട്ട് നോക്കോ. തെറിച്ചു നോക്കിട്ടാ കാലുമക്ക് താഴെ പോയത്. ആ പോണ് ഇമ്മീ റൂട്ടിലെത്തിയോ? ഇല്ല കുറച്ചപ്പുറത്താ. ഇനി ഏതാ? ഞാൻ അവിടെ ആ കവിളിയില് നോക്കട്ടെ. വാടക പേരുന്ന് ചക്ക പറിച്ചോല് ചീത്ത പറയോ? എന്താണാവോ? നമ്മള് ചക്കണുണ്ട്. നമ്മൾ പറിച്ചില്ലെങ്കിൽ കേടുന്ന പൈത്ത് വീണ് പോവുകയല്ലേ. എന്നാ ഗൈസ് അങ്ങനെയാണ് സംഭവം. എന്താ നമ്മള് പറിച്ചിട്ടില്ലെങ്കിൽ വെറുതെ കേടന്ന് പോവല്ലേ? തേങ്ങ ഇടുന്നില്ലല്ലേ, ചക്കയല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളിടുക. ഇതൊക്കെ ഞാൻ വീഡിയോന്റെ ഉടമസ്ഥൻ കാണുമ്പോഴാക്കിയാലോ. ചക്കയല്ലേ ചക്ക ആരും ഇടും. നമ്മോട്ട് അടുത്തോട്ടോ. അടുത്ത മുക്കിലാണ് വണ്ടി കൊണ്ട്. പായഞ്ചക്കയാണിത്. ചീഞ്ഞതാ വേണ്ട. വേറെ ഉണ്ടോ? അതിന്റെ അപ്പുറത്ത് ഇവിടുന്ന് ഗ്യാപ്പില്ലേ? പറിച്ചതും കൊണ്ട് അതിങ്ങ് ഒന്ന് കിട്ടിയില്ലേ? ഒന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാ അല്ല ഒന്നാ ചേച്ചി കൊടുക്കണേ. നമുക്ക് ഒന്നാ ചേച്ചിക്കോ. മോണ്ടാ ഇവിടെ ഒന്നുണ്ട്. എടാ അത് പൊളിഞ്ഞോ? അത് നോക്കിയാ പുഴുവണ്ണായില്ലേ? രണ്ടെണ്ണം ചാടിയേ പുഴുവണ്ണ. മറ്റേ ചീഞ്ഞാണ് ഇതായത്. ഉമ്മ നടന്നോട്ടെ, ഞാൻ ഇട്ട് കൊടുക്കാം. ഉമ്മ 1.5 കാലം കൊണ്ട്. മമ്മ ആംബുലൻസ് വിളി. അല്ല ആംബുലൻസ് അല്ല, ഫയർഫോഴ്സിനെ ഇറങ്ങണം. ചാടലേ ചാടലേ വടി മാറ്റി. എക്സസൈസ് ആയിട്ട് മമ്മ പൊട്ടിയ ചക്കല്ലോ കേട്ടോ മറ്റേത്. ഈ കൂടെ ഇങ്ങനെയൊക്കെ വയ്യുണ്ടോ? ഇതിലാണ് ഒരു ഇതിലെ പാലും കൊണ്ടൊക്കെ കയറുന്നത്. ആണോ? മകനാ ചക്ക അതാ അതിനിപ്പോ ഞാനും കാണണേ. ഇപ്പോഴൊക്കെ ഞാൻ ഈ സംഭവം കാണണേ. അത് ഇതിലെ വെട്ടേതിലെ വരുന്നതേ. ആണോ? നോക്കടാ നല്ല ചക്ക കേട്ടോ. എന്താ ഈ എടുക്കടാ? നല്ല ചക്കയാണ് മമ്മ. നല്ല ചക്കയാണ്. ആ ചേച്ചി നല്ല ചക്കയാണ്. ചീഞ്ഞതാണോ? അല്ല നല്ല ചക്കയാണ്. വേണ്ട ഒഴിവാക്കി ചളിയിലയക്കണേ. പഴഞ്ചക്കയാണിത്.
എടാ തൊള്ളിക്കിട്ട് തിന്നണാകട് അതൊക്കെ അതൊക്കെ മാങ്ങുർത്ത് തിന്നല്ലേ ചീഞ്ഞ സാധനം ആണോ ചീഞ്ഞായതൊന്നല്ലടാ നല്ല അടിപൊളിയാക്കിയാണ് പൊട്ടീനുള്ളൂ ഒന്ന് കൊടുക്കാൻ പോയി ഗൈസ് വലിയ പൂതിയില് നമ്മള് ചക്ക ഇട്ടു നമ്മൾ ഇട്ടപ്പോ 2 ചക്ക ഉണ്ടായിന് കിട്ടിയത് ആകെ ഒന്നുള്ളൂ അല്ലേ ഒരു ചക്ക ആരെയുണ്ട് എയിലേ പോയി കൊയില് പോയതൊന്നല്ല മറ്റേ കൊയിഞ്ഞിട്ട് ഇപ്പൊ പൗത്താണ് മറ്റേ പഴഞ്ചക്ക അല്ലത് ആ പിള്ളേർ നടക്കണ കിടക്കണം അതില് കഴിഞ്ഞിട്ട് അതിൽ തിന്നു ചെയ്തേ നല്ല ചക്കടാ ആ ഞാൻ തിന്നൊരു പൊട്ട് നല്ല രസമുണ്ട് പക്ഷെ പൊട്ടിപ്പോയി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കിയാണ് തിന്നാ ഇനിമ്മ കൂട്ടാൻ പഠിച്ചാലല്ലേ പരിപാടി കൂട്ടാനും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വറക്കാനും അല്ലേ അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളിവിടെ ചെന്ന് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് രേഖപ്പെടുത്തുക നമ്മളെ വീടും അതേപോലെ നമ്മളെ ചുറ്റുപാടും നമ്മളെ പുതിയ വാടകയുടെ ഈ കാര്യങ്ങൾ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ ഉള്ളത്തെ വർക്കാണെന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് മോട്ടിനെ കൊണ്ട് ഉമ്മാനെ കൊണ്ട് ഉമ്മമാനെ കൊണ്ട് എല്ലാവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് കാണാം അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്